എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DELED അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കാം. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ്. അപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് മൂന്നിൻ്റെയും വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തമിഴ് മീഡിയത്തിൻ്റെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിവിടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സയൻസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സയൻസിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 23/9/2025 10 മണിക്കാണ്. കയറ്റ് പാലക്കാട് GLPS സുൽത്താൻപേട്ട പാലക്കാട് അവിടെ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ ഹ്യൂമാനിറ്റീസിൻ്റെ 24/9 10 മണിക്ക് കയറ്റ് പാലക്കാട് ആ സെയിം സെൻറ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ കൊമേഴ്സിൻ്റെ 24-ാം തീയതി 2 മണിക്കാണ് ആ സെയിം സെൻറ്റർ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൻ്റെ തമിഴ് മീഡിയത്തിൻ്റെ 23/9/2025 2 മണിക്കാണ് കയറ്റ് പാലക്കാട് GLPS സുൽത്താൻപേട്ട പാലക്കാട് അവിടെ വെച്ചാണ് നടക്കുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് കൊണ്ടുപോകേണ്ടതെന്നും കൂടെ നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി മീൻസ് +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ പിന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ പഠിച്ചവരാണെങ്കിൽ അതുപോലെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കണം. പിന്നെ പറയുന്നത് എക്സ് സർവീസ്മെൻ, ഡിപ്പെൻഡ് ഓഫ് സർവിങ് ജവാൻ. അപ്പോൾ അവർ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്നുള്ളത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ തഹസിൽദാർ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ളവർ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. NSS NCC വോളണ്ടിയേഴ്സ് അതായത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുക. അപ്പോൾ ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ മെയിനായിട്ടും കൊണ്ടുപോകേണ്ടത്. അപ്പം നമ്മുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് തന്നെ ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പായിരിക്കും. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഷുവർ ലിസ്റ്റിലുള്ള ആബ്സെൻസിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.